കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾ നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വിതരണം ചെയ്യും. കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായാണ് അവാർഡ് ഒരുക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. MLA മാരായ M. രാജഗോപാലൻ, CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS, ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ മാങ്ങാട്, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം, കുടുംബശ്രീ DMC രതീഷ് പിലിക്കോട്, മുനിസിപ്പൽ വാർഡ് കൗൺസിലർ K. ലത എന്നിവരും അതിഥികളായിരിക്കും. ചടങ്ങിൽ രാഷ്ട്രീയ, കലാ, സാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക. പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധ്യയും നടക്കും. കേരളത്തിലെ കുടുംബശ്രീ എന്നുള്ള ഒരു മഹാപ്രസ്ഥാനം ദേശീയ തലത്തിലും അതുപോലെ ലോകത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ്. എന്നാൽ ഈ ലോകത്തിന് മാതൃക എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള വിഷൻ ന്യൂസും സംസ്ഥാന കുടുംബശ്രീ മിഷനുമായി കൂടിയാലോചിച്ച് ഇത്തരം മാതൃകാപരമായ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ പൊതുജനങ്ങൾക്കിടയിൽ കൊണ്ടുവരേണ്ടതും അവരെ കൂടുതൽ പ്രൊമോഷൻ നൽകിക്കൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾക്ക് പ്രചോദകമാകുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയായി വളർത്തുന്നതിന് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കൂടി ഭാഗമായി ആ ഒരു ദൗത്യം കേരള വിഷൻ ന്യൂസ് ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീ മിഷനുമായി ആലോചിച്ച് ഇതിൻ്റെ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ആലോചന യോഗത്തിൽ തന്നെ കൃത്യമായിട്ട് കുടുംബശ്രീ മിഷൻ്റെ നിർദ്ദേശം വന്നു. കേരളത്തിലെ 14 ജില്ലക്കകത്തും ഏറ്റവും മികച്ച സംരംഭകരെ കണ്ടെത്തിക്കൊണ്ടായിരിക്കണം ഈ പ്രവർത്തനത്തിൽ പോകേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായിട്ട് ഇതിനകം തന്നെ ഏറ്റവും അവസാനം കണ്ണൂർ ജില്ലയിലടക്കം 10 ജില്ലകളിൽ ഈ പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി. രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ തെരഞ്ഞെടുത്ത് ആദരിക്കുന്നത്. ഇതിനായി കേരള വിഷൻ 14 ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരുന്നു. ഓരോ ജില്ലയിൽ നിന്നും 10 മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 140 മൈക്രോ എന്റർപ്രൈസസുകളെ കണ്ടെത്തിയതിനു ശേഷം മികവ് തെളിയിക്കുന്ന 10 യൂണിറ്റുകൾക്കാണ് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കൊളിക്കര, CCN MD മോഹനൻ TV, COA ജില്ലാ ട്രഷറർ P. വിനു, മേഖലാ സെക്രട്ടറി പ്രകാശൻ P, കേരള വിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ PR തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.